ഹലോ, ഇന്ന് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല എന്തായാലും ഒരു ലൈക്ക് കൂടി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഒഴിക്കില്ലേ, അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും നല്ല തിളച്ച വെള്ളവും ചൂടോടെ തന്നെ ഒഴിച്ച് നമുക്കിതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇടിയപ്പം എന്തായാലും എല്ലാവരും വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ ചെയ്തെടുത്താൽ മതി. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അംഗനവാടി വിട്ട് വരുമ്പോഴും ഒക്കെ നമുക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വെറും 3 ചേരുവ കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അതും എല്ലാവരുടെ വീടുകളിലും എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ അരിപ്പൊടിയൊക്കെ നല്ലപോലെ ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയെടുക്കാം. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നടുവിലൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്ന കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെ അതല്ല, ഞാൻ ആവിക്ക് വെച്ചതിന് ശേഷം കുറച്ച് നാളികേരം ചിരകിയെടുക്കുകയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നാളികേരമൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ആവിക്ക് വെച്ച് അരിയുണ്ടകളെല്ലാം അവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഞാനിതിലേക്ക് ഒരു ഏലക്കയുടെ കുരുവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അരിച്ചിട്ട് തന്നെ ഉപയോഗിക്കണം. ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ നാളികേരം ചെരുകിയതും ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് ആ നാളികേരം ആ ശർക്കരപ്പാനിയിലൊന്ന് കുതിരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ അരിയുണ്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ശർക്കരപ്പാനി മുഴുവൻ വറ്റുന്നത് വരെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ അതെല്ലാം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് പോയി കാണുക. താങ്ക്